എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇന്നും നാളെയുമായി ഓരോ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ 2 ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത്. ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 9 മാർക്കാണ്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, ഇത് രണ്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് സ്കാലർ ചെയിൻ. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് നൽകി അത് പഠിക്കുക. ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്ററിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഡയമെൻഷൻസും ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഈ 2 ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത്. ചാപ്റ്റർ 4 പ്ലാനിംഗ്. 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാനിംഗ്. സ്റ്റാൻഡിംഗ് പ്ലാൻസും സിംഗിൾ യൂസ് പ്ലാനും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പിന്നെ വരുന്നത് വാട്ട് ഈസ് പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. ഈ 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിച്ചിരിക്കണം. ചാപ്റ്റർ 5 ഓർഗനൈസിങ്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും, ഇത് രണ്ടും വ്യത്യാസം പഠിച്ചിരിക്കണം. സെക്കൻഡ് വൺ എലമെൻറ്റ്സ് ഓഫ് ഡെലഗേഷൻ, ഡെലഗേഷൻ്റെ എലമെൻറ്റ്സ്. തേർഡ് ക്വസ്റ്റ്യൻ ഫോമൽ ഓർഗനൈസേഷൻ, ഇൻഫോമൽ ഓർഗനൈസേഷൻ, ഇതിൻ്റെ ഡിഫറൻസസ് പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഡെലഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഈ 4 ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്. 6ാമത്തെ ചാപ്റ്റർ. ഇപ്പോൾ ഈ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഈ ചാപ്റ്ററിനാണ്. 12 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ് ഡിഫറൻസ് പഠിച്ചിരിക്കണം. അതുപോലെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സസും പഠിച്ചിരിക്കണം, എക്സ്റ്റേണൽ സോഴ്സസും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ സെലക്ഷൻ ടെസ്റ്റുകളുടെ പ്രധാനപ്പെട്ട സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഫോർത്ത് വൺ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് എക്സ്പ്ലെയിൻ. 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ് മുൻഭാഗത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻസ് നൽകി പഠിക്കണം. ഇപ്പോൾ ഇതിൽ 12 മാർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഒരു എസ്സേ നിർബന്ധമായും ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകി ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക.